കല്ലറിക്കൽ ഫൗണ്ടേഷന്റെ ലഹരി മുക്ത ബാല്യം ലഹരി മുക്ത ഭാരതം കളിക്കളമാണ് ലഹരി എന്ന ഈ സന്ദേശമായുള്ള ഈ വേൾഡ് കപ്പ് കൗണ്ട് ഡൗൺ ഷോയുടെ യാത്ര എത്തിയിരിക്കുന്നത് EFAയിലാണ്. അപ്പൊ ഇവിടുത്തെ കുട്ടികൾ വേൾഡ് കപ്പ് എന്ന് കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആണ്. നമുക്ക് ഒന്ന് നോക്കാം. ഹലോ EFA, all are excited? Really excited? ഗുഡ് മോർണിംഗ്. മൈസെൽഫ് അഷ്റഫ് കുമാർ. ഈ ഫുട്ബോൾ അക്കാദമിയുടെ പേര് എൽത്തുരുത്ത് ഫുട്ബോൾ അക്കാദമി എൽത്തുരുത്ത് എന്നാണ്. ഈ ഫുട്ബോൾ അക്കാദമി ലാസ്റ്റ് 29 years ആയിട്ട് എക്സിസ്റ്റിംഗ് ആണ്. അണ്ടർ 10 കാറ്റഗറിയിലായിരുന്നു നമ്മൾ ഇതുവരെ നടത്തിയിരുന്നത്. ഇപ്പോൾ ഞാൻ ബാങ്കിങ് സർവീസിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം ഇപ്പോൾ റെഗുലർ ക്യാമ്പ് ബിലോ 17 years ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വർഷം മുതലാണ് മൊത്തത്തിൽ 17 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ക്യാമ്പ് ഈ വർഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാറ് ഫുട്ബോൾ കളിച്ചിരുന്നോ? യെസ്. അതിന്റെ ഒരു ചരിത്രം ജസ്റ്റ് ഒന്ന് പറയാമെങ്കിൽ. ഞാനിവിടെ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ കൂടെയാണ് കളിച്ചു വളർന്നത്. സബ് ജൂനിയർ നാഷണൽസ് കേരളം 3 വർഷം ചാമ്പ്യൻസ് ആയിരുന്നു. ആ ടീമിലെ അംഗമാണ്. ആ ഡ്രീം ടീമാണ് പിന്നീട് ഇപ്പൊ നിങ്ങൾ അറിയപ്പെടുന്ന ഷറഫ് അലി, തോബിയാസ് തുടങ്ങിയിട്ടുള്ള താരങ്ങൾ. അന്ന് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചതാണ്. അന്ന് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് ട്രോഫി കേരളത്തിന് വേണ്ടി അടിച്ചതാണ്. അതിനുശേഷമാണ് ഇപ്പൊ അടിച്ച സന്തോഷ് ട്രോഫികളിലെല്ലാം ആ ടീമാണ് ബേസിക്കലി ഉയർന്നു വന്നിട്ടുള്ളത്. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളിച്ചു. സന്തോഷ് ട്രോഫിയിൽ ഞാൻ 2 സ്റ്റേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്തു. ഒന്ന് തമിഴ്നാടിന്റെ ക്യാപ്റ്റനായിരുന്നു, സെക്കൻഡ് വൺ ഇന്ത്യൻ റെയിൽവേസിന്റെ ക്യാപ്റ്റനായിരുന്നു 90-ല്. തമിഴ്നാട് 92-ല് ക്യാപ്റ്റനായിരുന്നു. ഇവിടെ ഏകദേശം എത്ര കുട്ടികളുണ്ട്? ഇവിടെ ഏകദേശം ഇപ്പൊ 100ഓളം കുട്ടികളോളം ഉണ്ട്. 2 ബാച്ചായിട്ട് നടക്കുന്നു. 2 ബാച്ചായിട്ട് ഒന്ന് കാര്യാട്ടുകരയിലും ഒന്ന് ആരനാട്ടുകരയിലും നമ്മൾ ഈ ക്യാമ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ യാത്രയുടെ ഒരു സന്ദേശമുണ്ട്. ലഹരി മുക്ത ബാല്യം ലഹരി മുക്ത ഭാരതം കളിക്കളമാണ് ലഹരി. കുഞ്ഞുങ്ങളെ കളിക്കളത്തിലേക്ക് എത്തിച്ചാൽ അവർ മറ്റുള്ള ലഹരിയിലേക്ക് പോകുന്നതിന് നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. അതിനെക്കുറിച്ച് മാഷ്ക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും കുട്ടികളിപ്പോ ന്യൂ ജനറേഷൻ വന്നിട്ട് മൊബൈലും റിലേറ്റഡ് ആയിട്ടുള്ള ബോഡി ഇണങ്ങാത്ത രീതിയിലുള്ള എക്സസൈസുകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ യങ് ജനറേഷനെ തകർക്കും എന്നതിലൊരു സംശയമില്ല. അപ്പൊ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് മിനിമം ഒരു 45 minutes എങ്കിലും ഈച്ച് ആൻഡ് എവരി ചൈൽഡ് ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ തന്നെ വളർന്നു വലുതാവും. കാരണം വെച്ചാൽ ഇവരിലാണ് ഇന്ത്യയുടെ ഭാവി തന്നെ ഉള്ളത്. അപ്പൊ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ടർഫും ക്യാമ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു സന്ദേശം തന്നെയാണ്. പിന്നെ സാറിന്റെ ഇഷ്ടപ്പെട്ട ഒരു വേൾഡ് കപ്പ് ടീം ഏതാ? ഞാൻ പണ്ട് മുതലേ നമ്മുടെ അർജന്റീന ഫാനാണ്. മറഡോണ ആയിരുന്നു നമ്മുടെ പീരീഡിലുള്ള ആള്. അതിനുശേഷം ഇപ്പോൾ മെസ്സിയാണ്. ഓഫ്കോഴ്സ് കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിനെയും, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്ലേയേഴ്സിനെ എല്ലാവരെയും നമുക്ക് ഇഷ്ടം തന്നെയാണ്. അതിൽ എസ്പെഷ്യലി ബുദ്ധി കഴിവും കൊണ്ട് കളിക്കുന്ന മെസ്സിനെ കൂടുതൽ ഇഷ്ടമാണ്. ഇപ്രാവശ്യം ആര് കപ്പടിക്കും? ഇപ്രാവശ്യം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാ അർജന്റീന തന്നെ കപ്പടിക്കണമെന്നാണ്. ആരടിക്കുമെന്നുള്ളത് ഫുട്ബോളാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റാത്തതാണ് ഫുട്ബോൾ. ഓക്കെ, താങ്ക് യു. ഞാൻ സെന്റ് ജോസഫിലാണ് പഠിക്കണേ. എന്റെ ഇഷ്ടമുള്ള ടീം അർജന്റീനയാണ്. ഇഷ്ടമുള്ള കളിക്കാരൻ മെസ്സിയാണ്. പേര് സായിദേവ്. ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. എന്റെ ഇഷ്ടമുള്ള ടീം ബ്രസീലാണ്. കളിക്കാരൻ നെയ്മർ. എന്റെ പേര് ആരാധ്യ. ഞാൻ നവോദയയിൽ പഠിക്കുന്നു. എന്റെ ഇഷ്ടപ്പെട്ട ടീം പോർച്ചുഗൽ. ഇഷ്ടപ്പെട്ട പ്ലെയർ റൊണാൾഡോ. അതാണ്. ഇഷ്ടപ്പെട്ട ടീം പോർച്ചുഗൽ. ഇഷ്ടപ്പെട്ട പ്ലെയർ റൊണാൾഡോ. എന്റെ പേര് യദുകൃഷ്ണ. ഞാൻ സെന്റ് അലോഷ്യസിലാണ് പഠിക്കുന്നത്. എന്റെ ഇഷ്ടപ്പെട്ട ടീം ബ്രസീൽ. എന്റെ ഇഷ്ടപ്പെട്ട പ്ലെയർ നെയ്മർ. എന്റെ പേര് കാശ്നാഥ്. ഞാൻ സെന്റ് അലോഷ്യസിലാണ് പഠിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടീം എന്ന് പറഞ്ഞാൽ പോർച്ചുഗലാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അതാണ്. അപ്പോൾ EFAയുടെ കൂടുതൽ നടന്ന ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതുപോലൊരു എപ്പിസോഡ് നിങ്ങളുടെ അക്കാഡമിയിൽ, സ്കൂളിൽ, കോളേജിൽ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. അടുത്തൊരു വീഡിയോയായി വീണ്ടും എത്തും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ താങ്ക് യു EFA.